ദൈവത്തിന് മഹത്വമർപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹത്തിനായി, ദൈവത്തിന്റെ കരുതലിനായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. എല്ലാ ദൈവമക്കളുമാരുടെ സമയം സ്തോത്രത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ധനമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനെ, നമ്മളെ കരുതുന്ന നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിനെ, നമുക്ക് വേണ്ടി എല്ലാമായി തീർന്ന നമ്മുടെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം സ്തോത്രം ചെയ്യാം. ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ധ്യാനത്തോടെ ദിവസത്തിലായിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകലായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ കടന്നു വരുവാൻ ഇന്ന് പകൽ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതിനായ സ്തോത്രം. കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ ദൈവമക്കൾ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ച പല ദൈവമക്കൾക്ക് വരുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നതിനാൽ ഇന്ന് പകൽ വരുവാൻ ഇടയായിരുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിലായിരിക്കുന്ന ദൈവമക്കളുണ്ട്, അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ളവരായ ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ പങ്കെടുത്ത് സംതൃപ്തിയോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പരിശുദ്ധാത്മാവ് ഇന്നും പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. വിലപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ദാസന്മാരെയും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാക്കണമേ. കാര്യപാസങ്ങളുടെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. മറ്റ് ഞങ്ങളുടെ സഭയിൽ എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, പ്രായമുള്ള മാതാപിതാക്കന്മാർക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ദാനങ്ങൾ ആഗ്രഹിക്കുന്ന ദാസനായി സ്തോത്രം. എല്ലാവരെയും ശക്തീകരിക്കണമേ. ഞങ്ങളുടെ അഭിഷേകന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സന്തോഷത്തോടെ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആരാധനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന സകല ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ശാസിക്കുന്നു. ആത്മാവിൽ ജയമെടുക്കുന്നു. ദൈവിക കൃപ ഞങ്ങളെ പകരണമേ. യേശുവിന്റെ കരത്തിന്റെ സ്പർശനം ഇന്നും പകൽ ഞങ്ങളെ തൊടണമേ. ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ യോഗത്തെ നിയന്ത്രിക്കണമേ. അല്പസ്നേഹങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ, ദൈവിക ബലം ഏറ്റെടുക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങൾ ഒന്നുമില്ല, ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ധ്യാനത്തോടുകൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു ദിവസത്തിൽ പാടി കർത്താവിനെ അത് മഹത്വപ്പെടുത്താം. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാമവും പാടും യേശു മാത്രം കർത്താവ്. ഭൂലോകത്തിൽ എല്ലാ നാമത്തെക്കാളും മേലായ നാമം നമ്മുടെ കർത്താവിന്റെ നാമമാണ്. ആ ശ്രീ യേശു നാമം, ആ ബലമുള്ള നാമം, ആ കർത്താവിന്റെ നാമത്തെ ഓർത്ത് സന്തോഷത്തോടെ ദൈവസന്നിധി ബഹുമാനത്തോടെ ആദരവോടെ ദൈവങ്ങളിലേക്ക് പ്രാരംഭ സമയത്തെ ഏൽപ്പിച്ച് നമുക്ക് പാടി ദൈവത്തിന് മഹത്വം. Yeah.
സാന്നിധ്യം ഇന്ന് പകൽ നാം അനുഭവിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വിലപ്പെട്ട സാന്നിധ്യം ഇന്ന് പകൽ വഴിയുണ്ട്. നാം മരിച്ചവരല്ല, നാം ജീവനുള്ള ദേഹികളാണ്. നമ്മെ നടത്തി നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കരുണയെ ഓർത്തുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം, ഭാഗ്യം ദൈവം നമുക്ക് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല, കൈയടിക്കാതിരിക്കാൻ കഴിയത്തില്ല, അതിനെ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല. പലരും കല്ലറകളിൽ വിശ്രമിക്കുമ്പോൾ ഇന്നും പലരും കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന്റെ ദശാംശം ദൈവസന്നിധിയിൽ പകരപ്പെടുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു. ആ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് വീണ്ടും ഏൽപ്പിക്കാം. തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, അവസരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള യാത്രയിൽ വേണ്ടുന്ന എല്ലാ നന്മകളും ദൈവം നൽകട്ടെ. എല്ലാം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ ശക്തരാക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തിരഞ്ഞു വരുന്നു. ആ ബലഹീനതയിൽ തിരഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ നമ്മിൽ വസിച്ചിട്ടുള്ള ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും. പ്രാർത്ഥിക്കാം. സമയത്തിന് പരിമിതികളുണ്ടല്ലോ. തീർച്ചയായും നാം ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ സമയമെടുക്കേണ്ട ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് പകലിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വിനിയോഗിക്കുകയാണ്. എല്ലാം ചന്തമായി, ക്രമീകരണമായി, ഉചിതമായി നടക്കേണ്ടതുകൊണ്ട് തുടർന്ന് പ്രാർത്ഥിപ്പാനുള്ള സമയം, അവസരങ്ങളെ വിനിയോഗിക്കാൻ സമയത്തെ തരികയാണ്. ഇന്ന് പല നടക്കുന്ന സഭായോഗത്തിന്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവദാസന്മാരെ, ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വരുവാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടാണ് നമ്മൾ ആരാധന നടത്തുന്നത്. ഇന്ന് പകരം ഭവനത്തിനകത്തായിരിക്കുന്ന 45 വയസ്സിന് മേലുള്ളവർ, കൊച്ചു കുഞ്ഞുങ്ങൾ 10 വയസ്സിൽ താഴെയുള്ളവർ, കഴിഞ്ഞ ആഴ്ച മറ്റ് വരുവാൻ കഴിയാത്തവർ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പകരം ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ, സന്ദേശങ്ങൾ, ദൂതുകളൊക്കെ കേൾക്കപ്പെടുക ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ദൈവങ്ങളോരൊക്കെക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചുരുക്കമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഒട്ടും സമയം കളയാതെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം.
കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ നാമത്തിൽ ഇതിൽ കൂടെ വന്ദനം പറയുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് ഞാൻ മാത്രം അർപ്പിക്കുന്നു. പ്രതികാരം നമ്മുടെ സഭയിലെ അംഗമായിരിക്കുന്ന ബഹുമാനികൾ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന പ്രിയ പാസ്റ്റർ രാജു ജോൺ അവരുടെ കുടുംബം ഇന്ന് പകൽ നമ്മോട് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതികാര സഭയുടെ പേരിൽ വന്ദനം ചെയ്യുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസനാണ് സംഗീതം വായിച്ച് ദൈവോപദേശ ശുശ്രൂഷ നടത്തുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. പരിചയപ്പെട്ട ആവശ്യമില്ല. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ബഹ്റൈനിൽ കർത്തവേലയോട് ബന്ധത്തിലായിരിക്കുന്നു. ദൈവദാസി പ്രിയമായ ജർണും വന്നിട്ടുണ്ട്. പ്രത്യേകങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്തു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് കർത്തദാസൻ സംഗീതം വായിച്ച് ശുശ്രൂഷിക്കും. കർത്താവിന്റെ ദാസനെ ഹൃദയമായി ദൈവനാമത്തിൽ ക്ഷണിക്കും. എല്ലാവർക്കും ദിവസങ്ങളിലേക്ക് 34 സങ്കീർത്തന വാക്യപ്രതിവാദമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സാംസ് നമ്പർ 34. അതിലെ അവസാനത്തെ 2 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ. പ്രിയ പാസ്റ്റർ ജോബി തോമസ് ആ സങ്കീർത്തനം എനിക്ക് വേണ്ടി വായിക്കുന്നതായിരിക്കും. എല്ലാവരും ചേർന്ന് വായിച്ചു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാമമേലിരിക്കും. പ്രശംസിക്കുന്നു, സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയെ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, സകല ഭയങ്കരം അവനെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിരുന്നില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമറിഞ്ഞ് അവനെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവരെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ വന്ന് എനിക്ക് ചെവി തരുകയും യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അകലത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ ദുരവിടേക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും അവനെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഹ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. വായിക്കാൻ നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ സുഖവും ദുഃഖവും നന്മയും തിന്മയും ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ മാറി മറിഞ്ഞ് വന്നേക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സാഹചര്യങ്ങളല്ല എന്റെ ഗാനത്തെ നിയന്ത്രിക്കുന്നത്, എന്റെ ആരാധനയെ നിയന്ത്രിക്കുന്നത്, മറിച്ച് എന്റെ ആരാധനയാണ് എന്റെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അല്പനിമിഷം
Jesus. Glory to Jesus. Glory to Jesus. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായി ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ കർത്തൃദിനം മഹിമപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ അഭിഷിക്തരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയിൽ കഴിഞ്ഞ നാളുകളായി ശുശ്രൂഷയിലായിരിക്കുകയും അതേ ആത്മീയ അന്തരീക്ഷത്തിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്റെ സ്നേഹിതൻ, പ്രിയ സ്ഥാപന ചീഫ് പാസ്റ്റർ കുടുംബം, മറ്റ് എന്റെ സഹോദരങ്ങളായിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർ, പ്രിയ തമാചാര്യൻ, പ്രിയ ശബരുട്ടി, പ്രിയ ആചാര്യൻ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ജോബിനോട് കൂടെ ഇന്ന് പകൽക്കാലമായിരിക്കുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. 2 വർഷങ്ങൾക്ക് മുൻപ് 1.5 വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞരിക്കരയിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ പ്രിയ പൈതലിന്റെ സ്തോത്രം സാന്നിധ്യവും തന്റെ ശുശ്രൂഷകളും ഒക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. കുടുംബത്തെ, തന്റെ മാതാവ്, തന്റെ സഹോദരിമാര്, തന്റെ പേരമ്മ, അവരുടെയൊക്കെ സ്നേഹം അനുഭവിക്കുവാൻ എന്റെ ആത്മീയ ശുശ്രൂഷയെ പ്രിയപ്പെട്ടൊരു സഹായമായിരിക്കുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ ഇവിടെ വെച്ച് കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കർത്താവ് സഹായിക്കുവാനാകട്ടെ. മറ്റെല്ലാ പ്രിയമുള്ളവരെയും കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ വലിയ സ്തോത്രം, സന്തോഷമുണ്ട്. എല്ലാവരും കർത്താവ് സഹായിക്കുവാനാകട്ടെ. സങ്കീർത്തനം വായിച്ച അല്പനിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് ബഹുമാന്യ ദേവദാസൻ എന്നോട് അർപ്പിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. തുടർന്ന് അവസാനം ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാനുള്ളതായ സാവകാശവുമുണ്ട്. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ നിന്ന് അധിക കാര്യങ്ങൾ ഓർപ്പിക്കാതെ ചുരുങ്ങിയ നിലയിൽ ഞങ്ങളുടെ സാക്ഷി പറഞ്ഞിട്ട് ഒരു വാക്യം എടുത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് പറഞ്ഞ ആ സമയത്ത് ദൈവസഭയിൽ ഇരിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. വളരെ പ്രതിസന്ധിയിൽ കൂടെ നാം എല്ലാവരും കഴിഞ്ഞ ഒരു വർഷമായി കടന്നു പോവുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ കൺവെൻഷൻ ഇവിടെ വെച്ച് നടക്കുവാൻ ആയിത്തീർന്നു. അതിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം എനിക്ക് കടന്നു വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ഒരു കർത്തൃദിനം നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ഇടയായിത്തീർന്നു. തുടർന്ന് സ്വാഗതം നൽകിക്കൊണ്ട് അവന്റെ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശ്രദ്ധിച്ച 34 സങ്കീർത്തനം ഞാൻ അതിവിജയിക്കും. കർത്താവിന്റെ ദാസനിൽ നിന്ന് വചനം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ വളരെ പരിചയമുള്ളതായ ഒരു സങ്കീർത്തനമാണ് ഈ 34 സങ്കീർത്തനം. ഞാൻ ചിലപ്പോൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, സ്വന്തം ദൈവമക്കളുടെ ഇടയിൽ അധികം കേൾക്കുന്നതായ ഒരു സങ്കീർത്തനമാണ്. എനിക്ക് തോന്നുന്നു സാമ്പാസുമായിട്ടാണ് തോന്നുന്നു. ഞാൻ ചെയ്യുന്നത് ഏത് സഭയിൽ ചെന്നാലും 1, 2, 3 ഇങ്ങനെ ക്രമത്തിൽ സങ്കീർത്തനം വായിച്ച് അവസാനിപ്പിക്കുകയാണ് പതിവ്. അതുകൊണ്ട് 1-2 ഗുണങ്ങളുണ്ട്. സ്തോത്രം. ഈ വലിയ സങ്കീർത്തനമുള്ളത് വായിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ നമ്മുടെ സഭകൾക്ക് കാണാൻ സാധ്യതയുണ്ട്. അവർ ഈ സങ്കീർത്തനവുമായിട്ടൊക്കെ ഒരു ബന്ധം പുലർത്താൻ ഇടയാകുമല്ലോ. അത് മാത്രമല്ല സ്വന്തം ഞങ്ങളൊക്കെ സങ്കീർത്തനം വായിച്ചിട്ട് പ്രബോധിക്കുമ്പോൾ അവിടെ ഇവിടെ സാധാരണ വായിക്കുന്ന സങ്കീർത്തനമാണ് 9, 15, 23, 34, പിന്നെ 91 അല്ലെ 91 അങ്ങനെയൊക്കെയുള്ള സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിച്ച് പോകാറുണ്ട്. ഇതിന്റെ ശല്യമായിട്ടിരിക്കുകയാണ് സ്തോത്രം. അപ്പോഴേ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവമക്കളുടെ ചെവി ഇങ്ങനെ നമ്മൾ കുടഞ്ഞാല് ഈ ചില സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വരുമെന്ന്. അതുപോലെ നമുക്ക് നല്ല നിശ്ചയമാണ് ഈ സങ്കീർത്തനം. അപ്പൊ 36 സങ്കീർത്തനത്തിന്റെ ആ പശ്ചാത്തലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ഒത്തിരി കേട്ട് പഠിക്കില്ല. ഇന്നലെ സ്വതമേനെ ചിന്തിപ്പിച്ചത് കർത്താവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ വേണമെന്നുപോലെ എനിക്ക് ബൈബിൾ വായിക്കാൻ പോലും കഴിയുന്നില്ല. എങ്കിലും സ്തോത്രം. ഇതാകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ഞാൻ കർത്താവദാസനെ കൊണ്ട് വായിപ്പിച്ചതാണ്. വായിപ്പിച്ചിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ വായിക്കുവാണെന്നുള്ളത് കാണാതെ പറഞ്ഞതാണ്. നോക്കി വായിച്ചല്ല, കാണാതെ പറഞ്ഞതാണ്. നമുക്കൊരു വായിച്ചറിവുള്ളതുകൊണ്ട് ഓക്കെ. അപ്പോൾ സ്വന്തം എന്നെ ചിന്തിപ്പിച്ചത് ഒരു വാക്യത്തിലേക്ക് അതിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ 9-ാം വാക്യം വായിക്കാം. 9-ാം വാക്യം
യഹോവയുടെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതൊരു പ്രബോധനവും അപ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ചില സന്ദേശങ്ങളുമായിട്ട് കർത്താവ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവൻ തരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, അവൻ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവി. രണ്ടാമത്തെ പദം, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. രണ്ട് പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് യഹോവയുടെ വിശുദ്ധന്മാർ, ഒന്ന് യഹോവയുടെ വിശുദ്ധന്മാർ. രണ്ട്, അവൻ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു അവരുടെ ഭക്തന്മാർ. രണ്ട് ഭാഗം, ഒന്ന് വിശുദ്ധന്മാര്, രണ്ടാമത്തത് നിങ്ങൾക്കറിയാം ശുശ്രൂഷ രീതി, നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഒന്ന് വിശുദ്ധൻ, മറ്റേത് ഭക്തൻ. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധൻ ഭക്തനും ഒന്നാണ്? ഒത്തിരി സാക്ഷ്യമുള്ള വിഷയമാണ്. ഇതിന് സ്തോത്രം വ്യാഖ്യാനപരമായിട്ടും അതിന്റെ മൂലഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സ്തോത്രം തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്റെ പരിമിതമായ അറിവിൽ മലയാളം വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. എന്റെ പഠനത്തിൽ വിശുദ്ധനും ഭക്തനും ഒന്നല്ല. വിശുദ്ധനും ഭക്തനും സ്തോത്രം നമ്മൾ പറയും അവനൊരു ഭക്തനാണ്, അവനെ തന്നെ നമ്മൾ എന്താ പറയും, അവനൊരു വിശുദ്ധനാണ്. പക്ഷേ ഭക്തന്മാര് എപ്പോഴും വിശുദ്ധരായിരിക്കണമെന്നില്ല. വിശുദ്ധന്മാര് ഭക്തന്മാരായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഭക്തന്മാർ എപ്പോഴും ആരായിരിക്കണമെന്നില്ല, വിശുദ്ധന്മാരായിരിക്കണമെന്നില്ല. പക്ഷേ വിശുദ്ധന്മാര് എല്ലായ്പ്പോഴും ഭക്തരായിരിക്കാം. വിശുദ്ധി ഒരു പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞു വരികയില്ല. പക്ഷെ ഭക്തി വേണമെങ്കിൽ നമുക്ക് ഭക്തി വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ഇനി അടുത്ത ചിന്ത ഇതിനേക്കാൾ ഭയങ്കരമാണ്, നിങ്ങൾ എതിർക്കാൻ സാധ്യതയുണ്ട്. ഭക്തന്മാരെല്ലാം സ്വർഗത്തിൽ പോകണമെന്നില്ല, പക്ഷെ വിശുദ്ധന്മാര് ഭക്തന്മാരെല്ലാം സ്വർഗത്തിൽ പോകണമെന്നില്ല. സ്തോത്രം അവരുടെ വിശുദ്ധന് മാത്രം സ്വർഗത്തിൽ പോകണം. എന്റെ ആശയത്തോടെ നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരിക്കും. വിശുദ്ധൻ മലയാളത്തില് രണ്ട് പദമാണ് ഞാൻ എടുത്തത്. അതിന്റെ മൂലഭാഷ എടുത്തില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാതെ ഞാൻ ഇന്ന് പകരം എനിക്ക് എന്റെ സഭ നിങ്ങൾക്കറിയാം, അവൻ ആ ഒരു കൺസേൺ, ആ ഒരു കരുതല്, ആ ഒരു കാഴ്ചപ്പാട് ഈ സഭയോടുള്ള ബന്ധത്തിൽ എനിക്കുണ്ട്. വേണ്ടതുപോലെ പലപ്പോഴും സഹകരിക്കാനൊന്നും അവൻ കഴിഞ്ഞില്ല എങ്കിലും എനിക്ക് ആ ഒരു കാഴ്ചപ്പാട് എപ്പോഴും മനസ്സിലുണ്ട്. എന്റെ സഹോദരങ്ങൾ, എന്റെ പ്രിയർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവൻ പുറമെ അഭിനയിക്കുന്നതായ ഒരു ഭക്തിയും കൊണ്ട് നിത്യതയിലെത്താൻ കഴിയില്ല. പക്ഷേ ആരും അറിയാത്ത നിന്റെ വിശുദ്ധ ജീവിതം വിലയിരുത്തുന്ന ദൈവം ഇന്ന് പലകാലം നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം പറയണോ, ഒരു കേവല ഭക്തനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ. നിങ്ങളൊക്കെ മുന്നിൽ എനിക്ക് വേണമെങ്കിൽ ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും ഭക്തി അഭിനയിക്കാം. നിങ്ങൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരിക്കും, രാജപാസോട് ഭക്തനാണ്, രാജപാസോട് ഭക്തനെന്ന് പറയുന്ന പലരും എനിക്കറിയാം. പക്ഷെ രാജപാസ സ്വർഗത്തിൽ പോകണമെന്നില്ല. നിങ്ങൾ നോക്കുന്ന എന്റെ വെള്ളശക്തന്റെ കർത്തവാദിന് ക്ലീൻ ചെയ്യും, തട്ടുകൊടുപ്പോ പ്രസംഗമോ, പക്ഷേ അതിനപ്പുറം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വെക്കുന്ന വാഴയും കാര്യമാരുമൊക്കെ അറിയാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മൗനമായി പോയോ? പ്ലീസ്, പേടിച്ച് പോയോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനത്തെ പ്രസംഗത്തിലൊന്നും വലിയ ഇതില്ല, പ്രാധാന്യത്തില്ല. കാരണം എല്ലാവരും ഒത്തിരി മനസ്സ് നേടിയാ വന്നിരിക്കുന്ന ഒരു ആശ്വാസത്തിന്റെ വാക്കാ കേൾക്കേണ്ടത്. ഞാൻ പറയുന്നു, ഈ കൊറോണ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, ഈ കൊറോണ കാലം കൊണ്ട് എനിക്കെന്തോ മാറ്റം വന്നു. ഈ കൊറോണ വന്നതുകൊണ്ട് എനിക്കെന്തോ മാറ്റം വന്നു. എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ശബരിമല പാസ്റ്ററെ, സ്വന്തം എന്റെ പ്രാർത്ഥന വർദ്ധിച്ചു. എനിക്ക് മാറ്റമുണ്ട്. ഈ കൊറോണ കാലത്ത് മിക്കവാറും ഉപവാസമായിരുന്നു. ഇതുവരെയാണ് ഒരു നേരമൊക്കെ എന്റെ ശരീരം കാണുമ്പോൾ അറിയാമല്ലോ. സ്വന്തം എനിക്ക് നേരം കഴിക്കും, ചിലപ്പോൾ കഴിച്ചില്ലെന്നിരിക്കും.
സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ പായ വിരിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ എന്നത്തെ പോയിട്ട് പറയുകയല്ല, നമുക്കെന്തോ മാറ്റം വന്നോ? ഹല്ലേലൂയ. രണ്ട് പദം. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് അടുത്തത് ഭക്തിയോടെ ജീവിച്ചാൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഭക്തി ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും, ഹലോ കേട്ടില്ല, വലിയ ഭക്തി ഒന്നും ഇല്ലെങ്കിലും ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ മഞ്ഞും മഴയും അയക്കുന്ന ദൈവം. ആമേൻ. നമുക്ക് ആവശ്യമുള്ള ദൈവം സ്വതന്ത്രമുണ്ടോ? അതുകൊണ്ട് ഭക്തിയോടെ ജീവിക്കേണ്ടതെന്നോ ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം. ഭക്തന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ഭക്തിയോടെ ജീവിച്ച ഒന്നിനും മുട്ടുമെന്നതില്ല ദൈവം, ഒന്നിനും മുട്ടുമെന്നതില്ല. പക്ഷേ അത് നിത്യമായിട്ട് കണക്ട് ചെയ്യരുത്. എനിക്കൊരു കാർ കിട്ടിയതും എനിക്കൊരു വീട് കിട്ടിയതും എനിക്കൊരു 10 സെന്റ് വസ്തു കിട്ടിയതും എന്റെ മോനെ നല്ല ജോലി കിട്ടിയതും ശമ്പളം കൂട്ടി കിട്ടിയതും ഇതൊന്നും ആമേ സ്തോത്രം വിശുദ്ധിയുടെ ലക്ഷണമല്ല. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എനിക്ക് എടുത്ത് വായിക്കാൻ സമയമില്ല. 95-ാം സങ്കീർത്തനം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, 40 ആണ്ട് ആചരണത്തിന് ദൈവത്തോട് ആ ജനത്തോട് ദൈവത്തിന് നീരസമുണ്ടായിരുന്നു. എത്ര ആണ്ട്? 40 ആണ്ട്. ഏത് 40 ആണ്ട്? മരുഭൂമിയിൽ കൂടെ നടന്നുകൊണ്ട് 40 ആണ്ട്. ദൈവത്തിന് ജനത്തോട് നീരസമാണെങ്കിലും മഞ്ഞ മുടക്കിയോ, കാട് മുടക്കിയോ, മേഘസഭ മാറ്റിയോ, അഗ്നിസഭ മാറ്റിയോ? ഹലോ, പ്രൈസ് ഗോഡ്. അവർ തിന്നാൻ കുടിക്കാൻ കിട്ടിയോ എന്നുള്ളത്, ഉന്മാനം കൊടുക്കുവാൻ കിട്ടിയോ എന്നുള്ളത് അത് നിത്യത ചെല്ലുന്നതിന്റെ അടയാളമല്ല. അവരെ കുറിച്ചാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നു, അവർ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. തിന്നാൻ കൊടുത്തു, പക്ഷെ പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി. സ്കാറ്റേർഡ് വാക്കോട്ടിരിക്കുന്നു, ബോംബ് പൊട്ടി പിളരുന്നത് പോലെ അവൻ മരുഭൂമിയിൽ പട്ടുപോയി. പക്ഷെ 6 ലക്ഷം പേര് ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത്, നമ്മൾ പുരുഷന്മാർ ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത്. ആവേശം ഞാൻ ചിലപ്പോൾ കണക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. 5,99,998 പേര് പട്ടുപോയി. മരുഭൂമി ചെറുതിപ്പോയെന്ന്. അവർ ഒരേ ആത്മീയ ആഹാരം തിന്നവരാ, ഒരേ ആത്മീയ പാനീയം കുടിച്ചവരാ. സ്തോത്രം. അവരെ അനുഗമിച്ച ആത്മീയ പാർട്ടിയുണ്ടായിരുന്നു. കാര്യമൊക്കെ ശരിയാ. സ്പിരിച്വൽ എന്ന് പറയുന്നത് സ്പിരിച്വൽ റോക്ക്, സ്പിരിച്വൽ ഫുഡ്, സ്പിരിച്വൽ ഡ്രിങ്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അത് ചെറുത് പറ്റിയില്ല. വളരെ ഭയത്തോടെ ദൈവത്തെ അനുസരിച്ചോണം. ഹല്ലേലൂയ. ഭക്തന്മാർക്കൊന്നും കുറവില്ല. അതല്ല എന്റെ വിഷയം. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും ഭക്തനെ വിളിച്ചിട്ട് പറയുകയാണ്, നിനക്കൊന്നിനും മുട്ടുമല്ല. അവൻ വിശുദ്ധനെ വിളിച്ചിട്ട് പറയുകയാണ്, വിശുദ്ധ ഇനിയും ദൈവത്തെ ഭയപ്പെട്ടോ. ഇന്നിപ്പോ എനിക്ക് ഒറ്റ ദൂരയുള്ളൂ. അവൻ നിങ്ങളെ ഞാൻ വിശുദ്ധന്മാരുടെ ഇടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട അവൻ ഇന്ന് പകരൊരു ദൂത് കൈമാറുകയാണ്. അധികം ദൈവത്തെ ഭയപ്പെട്ടത്. വളരെ ദുഃഖത്തോടാണ് ഞാൻ ഈ സന്ദേശം കൈമാറുന്നത്. ഇന്ന് പെന്തക്കോസ്ത് മണ്ഡലത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഗുണമാണ് ഏത്? ദൈവഭയമില്ലായ്മ. ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ തെളിച്ചു കളയുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരെ അഭിമാനിക്കുന്നവരുടെ നടുവിൽ വിശുദ്ധി സൂക്ഷിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അക്കരെ നാട്ടിലെത്തുവാൻ ഒരുങ്ങും. 5 മിനിറ്റ് കർത്താവിന്റെ ദാസമാനനുസരിച്ചിരിക്കുന്ന ഈ 5 മിനിറ്റ് കൊണ്ട്
യഹോവയെ ഭയപ്പെടുന്നു. ഞാനിത് നമ്മുടെ ഒരു മാസയോഗത്തിൽ പങ്കുവെച്ചതിലും ഒരു സന്ദേശത്തിന്റെ ഭാഗമാണ്. ഒരു വാക്യം എനിക്ക് വേണ്ടി വായിക്കണം. യഹോവയെ ഭയപ്പെടുന്നവർ എന്ത് ചെയ്യുമെന്ന ഒറ്റ വാക്യം. ഒരു കഥാപാത്രത്തെ ഒന്നും എടുത്തില്ല, പല ചിന്തകളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കഥാപാത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം മാത്രമാണ്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആദ്യം പറയുന്ന വാക്യമായില്ല, ആദ്യം പറയുന്ന വിഷയമായില്ല. ദൈവം വിളിച്ചു പറയുക, നീ യഹോവയെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആരാധന കഴിഞ്ഞ അബ്രഹാമിനോടാ പറയുന്നത്, ആമേൻ, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോ സ്വർഗം എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുമോ, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എപ്പോഴാ മനസ്സിലായത്? ദൈവം പറഞ്ഞതുപോലെ ഒരു ആരാധന കാഴ്ചവെച്ചപ്പോ. ചിന്തകൾ മുഴുവൻ പങ്കുവയ്ക്കണമെന്നുണ്ട്. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു. ശ്രദ്ധിച്ച്, 1-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു. അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയാണ്? അബ്രഹാമേ എന്ന് വിളിച്ചതിന അടിയതാന്ന് പറഞ്ഞാൽ അപ്പൊ പല പ്രാവശ്യം അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചപ്പോഴെല്ലാം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കാരെ വനത്തരികളെ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അബ്രഹാം വിചാരിച്ച് ഇപ്രാവശ്യം വിളിക്കുന്ന എന്തിനു വേണ്ടി ആയിരിക്കും? എന്തെങ്കിലും അനുഗ്രഹം തരാനായിരിക്കുമെന്നോർത്ത് അങ്ങോട്ട് ചാടി അറിയപ്പോ പറയുക, നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് യാഗമായി ഉണ്ടെന്ന്. അവിടെ എങ്ങനെ ശബരിദാസ് പറഞ്ഞിരിക്കുന്നത്? അവൻ സ്വതം അവൻ അനന്തര യഹോവ അവൻ അബ്രഹാമിനെ വിളിച്ചതൊരു പരീക്ഷയ്ക്ക് വേണ്ടി കേട്ടോ. അവൻ ആ വെളിയൊരു പരീക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ അതിന്റെ 5-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവൻ സ്വന്തം അവൻ അബ്രഹാം പറയുന്നൊരു വാക്കുണ്ട്, ശ്രദ്ധിച്ച് നോക്കണ്ട. അവൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽക്കുക. ഭൃത്യന്മാരോട് പറയുക, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽക്കുക, ഞാനും എന്റെ മകനും അപ്പുറത്തോളം ചെന്ന് അവിടെയാണ് ആരാധന കഴിച്ച. 1-ാം വാക്യം പരീക്ഷയായിരുന്നു, അല്ലെങ്കിൽ പരീക്ഷണമായിരുന്നു. അത് 5-ാം വാക്യമായപ്പോഴേ എന്തായിട്ട് മാറുകയാണ്? പ്രിയ ദൈവമേ, ദൈവം അയക്കുന്ന ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആരാധനയാക്കി മാറ്റുവാൻ കഴിയുമെങ്കിൽ ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. പരീക്ഷ വരുമ്പോൾ തളരുന്നവരല്ല, പതറുന്നവരല്ല, പിറവിറക്കുന്നവരല്ല, അതിനെല്ലാം ആരാധനയാക്കി മാറ്റുവാൻ കഴിയുന്ന അവനെ വിശുദ്ധമായിരിക്കുമ്പോൾ പകരം എഴുന്നേൽക്കട്ടെ. Praise to Jesus. Hallelujah. Hallelujah. ഞാൻ ആമുഖം പറഞ്ഞപ്പോൾ ഒരു പദം പറഞ്ഞു, ആമേൻ. സാഹചര്യമല്ല നമ്മുടെ ആരാധനകളെ നിയന്ത്രിക്കുന്നത്. ഇന്ന് പകരം മുൻപിലായിരിക്കുന്ന പലരും പട്ടിണിയിലായിരിക്കാം, നാളെ എന്ത് ചെയ്യുമെന്നുള്ളതായ മനോഭാരത്തിലായിരിക്കാം, അവൻ വലിയ കടഭാരം അനുഭവിക്കുന്നവരുണ്ട് ആയിരിക്കാം അവന്റെ മുമ്പിൽ. ആമേൻ, സ്തോത്രം. എന്നേക്കാൾ വലിയ സ്തോത്രം. ആമേൻ. അവൻ നിങ്ങളുടെ ദൈവദാസന് നിങ്ങളുടെ കണ്ടീഷൻ കൂടുതൽ അറിയാം. ഇവിടെ ഇരിക്കുന്ന പലരും പല പരീക്ഷണ ഘട്ടത്തിൽ കൂടെ കടന്നു പോയായിരിക്കും. പക്ഷേ അത് വെച്ചല്ല ഇവിടെ ആരാധിക്കുന്നത്. ആമേൻ. ആ പരീക്ഷകളെ എല്ലാം എന്താക്കി മാറ്റുകയാണ്? ഒരു ആരാധനയാക്കി മാറ്റുകയാണ്. ഇന്ന് പരിഹാരടിയ സ്തോത്രം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ആമേൻ, അല്പം നേരെ ഭാവിക്കുക. അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ആമേൻ, എന്റെ ദൈവം ഭാവിക്കുക ആരോഗ്യം ബലം തന്ന് ദൈവം എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത് കൊണ്ട് ഞാൻ അവരെ അല്പ നിമിഷങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞു കാര്യങ്ങളെ തട്ടിയും ആരാധിക്കുവാൻ കഴിയുന്ന എത്ര പേരുണ്ടോ? പരീക്ഷകളോട് പരിവർത്തനം നിൽക്കാതെ, ഭവനം നിൽക്കാതെ, ആമേൻ, പരിഭ്രമിച്ച് നിൽക്കാതെ ആരാധനയ്ക്ക് അവസരം ഉണ്ടാകെ. ആരാധനയ്ക്ക് പോകുമ്പോഴത്തിന് ഒരു ഇവിടെ പങ്കുവെച്ചിട്ട് വിഷയമായിരിക്കാം. ആമേൻ. ഒരു പ്രിപ്പറേഷൻ വേണം ആരാധനയ്ക്ക്. അതിനകത്ത് തന്നെ തെളിയിക്കാറുണ്ട്. ആമേൻ, ഒരു സെപ്പറേഷൻ വേണം ആരാധനയ്ക്ക്. ഇപ്പൊ സെപ്പറേഷൻ, പിന്നെ ഒരു എക്സ്പെക്ടേഷൻ വേണം, ഒരു പ്രതീക്ഷ വേണം ആരാധനയ്ക്ക് പോകുമ്പോൾ. 3 കാര്യമാണ് പറയണോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ?
അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് പ്രശ്നമാണ്. അത്തിക്കാലത്ത് എഴുന്നേറ്റോ, പിന്നെ കടലേക്ക് പോകപ്പെട്ടു, തീ മറന്നെടുത്തു, അതാണ് ഒരിക്കലെന്ന് പറയുന്നത് ആരാധന. ഏത് പുസ്തകം ലക്ഷം വെച്ചോ വരുന്ന മരണമല്ല ആരാധന. എത്ര പേര് പ്രാർത്ഥിച്ചിട്ട് വന്നു, കർത്താവേ ആമേ സ്വന്തം അനേകർക്ക് ലഭിക്കാതിരിക്കും, എനിക്ക് ഈ ആഴ്ച ആരാധിക്കാൻ അവസരം ലഭിച്ചല്ലോ എന്ന് ആമേ സ്വന്തം ഒന്ന് പറഞ്ഞു വന്ന് എത്ര പേരുണ്ട്, പ്രാർത്ഥിച്ചു വന്ന് എത്ര പേരുണ്ട്. കർത്താവേ ഇന്ന് രാത്രി ഇന്ന് കേൾക്കാനും ആമേ ദൈവദാസന്മാരോട് ഒരു ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, എത്ര പേര് പ്രാർത്ഥിച്ചു. ഒരു സന്തോഷമാണ്. നിങ്ങൾ ഇവിടെ നിൽക്കാം, ഞങ്ങൾ പോയിട്ടില്ല, ഞാൻ ആ ഭാഗത്ത് എടുക്കുന്നില്ല, അത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാം. അടുത്ത എക്സ്പെക്ടേഷൻ ആമേ അവർ യഹോവ കരുതിക്കൊണ്ട് പോയി ആരാധനയ്ക്ക് പോകുമ്പോൾ എപ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ ദൈവം ഒരു പ്രതീക്ഷയില്ല, കൊല്ലാൻ കൊണ്ടുപോവാ, ഗോമയാഗം കഴിഞ്ഞ് കൊണ്ടുപോവാ. ഗോമയാഗത്തെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ എന്റെ ആ ഭീകരത മനസ്സിലാകുള്ളൂ. ആമേ യഹോവ കരുതിക്കൊള്ളു. ഇനി അവിടെ നിൽക്കുന്നില്ല. കയ്യും കാലും കെട്ടി അവനെ ആമേ സ്തോത്രം യാഗത്തിൽ നടത്തി. അവനടക്കാം വാളെടുത്ത് വെട്ടം തുറന്നു മുകളിൽ വെച്ച് എന്താണ് വാളന്റെ കൈവയ്ക്കണം. ദൂത് കൈമാറുന്നു. കയ്യും കാലും കെട്ടി അവൻ യാഗപീഠത്തിലായവൻ ദൈവത്തിന്റെ വകയാണ്. സ്വന്തമായില്ല. കയ്യും കാലും കെട്ടി യാഗപീഠത്തിലായിരിക്കുന്നവനാണോ വകയാണ്. കൈ കാലും കെട്ടുന്ന പറഞ്ഞാൽ ജനത്തിലൊക്കെ പഠിച്ച് പോയിക്കില്ല മനസ്സിലാക്കുന്നുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ ഇങ്ങനെ തുടരുന്ന സമൂഹം കൽപ്പിച്ചിട്ടുണ്ട്. അത് എന്റെ സ്വന്തം അപ്പനാണെങ്കിലും സ്തോത്രം അപ്പൻ അറിയാതെ തൊടാൻ, ആ അപ്പൻ അറിയാതെ തൊടാൻ ഈ അപ്പനോട് അവകാശമില്ലെന്നോ എന്റെ വകയാണ്. കൈകാലം കെട്ടിയാണോ, കൈകാലം ക്രൂശിക്കപ്പെട്ടവരായിട്ടാണോ, ബന്ധിക്കപ്പെട്ടവരായിട്ടാണോ നമ്മുടെ ജീവിതം എങ്കിൽ ആരോഗ്യ സ്തോത്രം ലോകത്തിൽ ഒരു ശാസ്ത്രവും നമ്മൾ തുടങ്ങില്ല, ഒരു ദൂർത്തനും നമ്മൾ തുടങ്ങില്ല, ഒരു മനുഷ്യ കാര്യങ്ങളും നമ്മൾ തുടങ്ങില്ല, ഒരു മനുഷ്യ ശക്തിയും നമ്മൾ തുടങ്ങിയില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവിടെയാണ് കുരുങ്ങി കിടക്കുന്ന നന്മ കാണുന്നത്. ഞാൻ ഇങ്ങനെ പറയും, ആമേ സ്തോത്രം അബ്രഹാമും ഇസഹാക്കും യാഗത്തിന് പോവുകയാണ്. ആമേ ശ്രദ്ധിച്ചോ, അവൻ രണ്ടുപേരുടെയും ആമേ സ്തോത്രം ജീവിതത്തില് ഭാരമുണ്ട്. രണ്ടുപേരുടെ ജീവിതത്തില് ഭാരമുണ്ട്. മോന്റെ തലയിൽ ഇരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഭാരമുണ്ട്. അവൻ ഞാനതിന് പറഞ്ഞു വിസിബിൾ ഭാരം, കാണാൻ കഴിയുന്ന ഒരു ഭാരം. അവൻ അപ്പന്റെ മനസ്സിൽ ആർക്കും കാണാൻ കഴിയാത്ത ഭാരം. നമ്മൾ പറയുന്നത് കരിക്കൊള്ളൊക്കെ പറയുന്നത് ആണോ? 10 മക്കളുള്ള ഒന്ന് ഗോമയാഗം കഴിക്കും മാസം. ഹല്ലേലൂയ. അവന് ഇതില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഏത് വിശ്വാസമില്ലെന്നോ പ്രതീക്ഷയില്ലെന്നോ പ്രത്യാശയില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു മകനെ ഹോമയാഗം കഴിക്കുക. കാല് കണ്ടിക്കണം, തല കണ്ടിക്കണം, വാല് കണ്ടിക്കണം, ആമേ സ്വന്തം കുടലും മക്കളും വെളിയിൽ നടക്കണം, തൊലിയിരിക്കണം, കണ്ണം കൊടുക്കണം. നടക്കോ? ഏത് അപ്പനുണ്ട് ധൈര്യമാണ് പറയാൻ? ഞാൻ ചെയ്യും പാസ്റ്റർ. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അപ്പന്റെ മോന്റെ നിലയിലുണ്ട് കാണാവുന്ന വിസിബിൾ ആയിട്ടുള്ള വേണം. അപ്പന്റെ ഉള്ളിൽ മറ്റാർക്ക് കാണാൻ കഴിയാത്തതായ വേണം. മനസ്സിലായല്ലോ? ഇന്ന് പകൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നതായ ചില ഭാരം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. മറിച്ച് മറ്റൊരാൾക്കും കാണാൻ കഴിയാത്ത, മനസ്സിലാക്കുവാൻ കഴിയാത്തതായ ആന്തരിക ഭാരം വഹിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ നീ ആരാധനയ്ക്ക് വന്നവനാണോ? ആമേൻ സ്തോത്രം. നിനക്ക് ഒരു വിടുതലുണ്ട്, നിനക്കൊരു പരിഹാരമാർഗമുണ്ട്, നിനക്കതിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഏകരാധനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ആമേൻ സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്ന ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവരാണ് നാമെന്ന് അങ്ങനെ വിശുദ്ധന്മാരായി ദൈവത്തിന്റെ സന്നിധിയിൽ വിളിക്കപ്പെട്ടവരാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വൈകാല ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുവാനാകട്ടെ. ഇവിടെ പോകുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, ഇവിടെ മടങ്ങുമ്പോൾ ഒരു മറുപടിയുണ്ട്, ഒരു ഉത്തരവുണ്ട്. വെറും കൈയോടെ ആരും പോകരുത്. നിന്റെ വിഷയത്തിനോ നിന്റെ മാനസിക പ്രശ്നത്തിനോ അവൻ മറ്റുള്ളവൻ അറിയുന്നതോ അറിയാത്തതുമായ നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവൻ ഇന്ന് പകൽ ആരാധനയിൽ വിടുതലുണ്ട്. അത് പ്രാവശ്യമാകാവുന്നത് പറഞ്ഞുകൊണ്ട്
അവകാശം ഒഴിക്കുക. ദൈവദാസന സഭയ്ക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ
ലോകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടുവാൻ കൃപതന്ന വലിയ സ്നേഹത്തിനായി ശുശ്രൂഷയും ദൈവദാസനും ദാസിയും രണ്ടു കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവങ്ങളെയും കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ മധ്യയെ അയച്ച് ഞങ്ങളെ ഉണർത്തിയ വലിയ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കുറിച്ചും അവന്റെ ഭക്തന്മാരെ കുറിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ നിത്യതയിലെത്തുവാൻ ഉള്ള പ്രബലങ്ങൾക്ക് തരണമേ. ദൈവത്തോട് പ്രാർത്ഥനയുടെ പേര് പറയപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ സഭയായിട്ട് കുടുംബമായോർക്കും സൗകര്യോട് പ്രാർത്ഥിക്കുന്നു. ദാസന്മാരും ദാസിമാരും കുഞ്ഞുങ്ങളെല്ലാം ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കക്ഷിയായ ആ പൈതലിനെ ആ ദിവസത്തെ എല്ലാം ആയാദിക്കത്തിലും ക്ഷീണത്തിലും ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. സഭയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, കേരളത്തിലെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ, അമേരിക്ക, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങള്, യൂറോപ്യൻ രാജ്യങ്ങള് ഒക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സഭയായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മധ്യ ആരാധനയ്ക്ക് കഴിയുന്ന ജോബൻ ഭാഷയോർക്കും സമയവാസയോർക്കുമായ പ്രാർത്ഥനയെ ഭാഷയോർക്കും പ്രാർത്ഥിക്കും. എല്ലാ സൗകര്യ കുഞ്ഞുങ്ങളെ ശിശുക്കളെ, ബാലികമാന്മാരും യുവാക്കന്മാരും പ്രായാധികത്തിലായിരിക്കുന്നവരെ എല്ലാവർക്കും ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകുന്നു. ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് സ്തോത്രം എടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ച ദശാംശം എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്ന തുടർന്നും ദൈവന്റെ ദാസനങ്ങളെ നല്ല അനുഭവത്തിലുള്ള പാടുകൾ വീണ്ടും കേൾപ്പിക്കണം. സകല മാനവും മാത്രമേ കേൾപ്പിക്കുന്നു. വിശ്വനാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 2-3 ആഴ്ചകളായി നാം ദൈവം ചിന്തിക്കുന്ന ഭാഗത്തിന്റെ ബാക്കി ഭാഗം എന്ന വണ്ണം ഇന്ന് പകലും ദൈവത്തിന്റെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ ചിന്തിച്ച് ദൈവസനിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾക്ക് അറിയാവുന്ന വാക്യമാണ്. അതിന്റെ കുറിവാക്യം അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. കഴിഞ്ഞ 3 ആഴ്ചകളായി ഈ വാക്യങ്ങളുടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ തുടർമാനമായിട്ട് ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ്. എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ഭാഗമാണ്. അവർ തള്ളിക്കളഞ്ഞ മോശയെ ന്യായകർത്താവും അധികാരിയുമാക്കി മാറ്റി. ഇതായിരുന്നു വിഷയം. ഞാൻ മോശയെ പിടിച്ചുകൊണ്ട് അവസാനം വരെ പോയിട്ടുമില്ല. മോശയുടെ കാര്യം പറഞ്ഞ് ദൈവാത്മാവ് വന്നത് കഴിഞ്ഞ ദിവസം യോസഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യോസഫിന് ദൈവം സ്വപ്നം കൊടുത്തു. സ്വന്തം സഹോദരനും മാതാപിതാക്കന്മാരും അവരെ പകച്ചു. നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്നൊക്കെയുള്ള നിന്ദിക്കുന്ന ചോദ്യം യോസഫിനോട് ചോദിച്ചു. പക്ഷെ ദൈവം സൈൻ ചെയ്തു. ദൈവം കൈ ഒപ്പിട്ടതിനെ, ഞാൻ പറഞ്ഞത് തള്ളിക്കളഞ്ഞതിനെ, മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ ദൈവം കൃത്യമായിട്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അവരുടെ മുമ്പിൽ മാനിച്ചു. ദാവീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദാവീദിന്റെ സഹോദരൻ, മൂത്ത സഹോദരൻ ഏലിയാവ് ഗോലിയാത്ത് ദൈവം എന്താ കാണാൻ വന്നത്? നീ എന്ത് ആവശ്യത്തിനും പറഞ്ഞു? നീ നികളിയ അഹങ്കാരിയ, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. വൈ ഹാവ് യു കം ഡൗൺ? നീ എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് ആരാണ് പറഞ്ഞത്? നിന്ദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. തള്ളിക്കളഞ്ഞ നിന്ദിക്കപ്പെട്ട ചോദ്യങ്ങളാണ് മോശെ, യോസഫും ദാവീദും വരെ. പക്ഷേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവർ നിന്ദിച്ച, അവർ തള്ളിക്കളഞ്ഞ ദാവീദിനെ പടജനത്തിന് നായകനാക്കി ദൈവം മാറ്റി. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളൊക്കെ ദൈവമക്കളോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവമക്കൾ പലരും എന്നോട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, സാമൻ ഒരു വ്യക്തിത്വത്തിനാണ് ഇവിടെ പ്രാധാന്യം, ആടെ വാക്കുകൾക്കല്ല പ്രാധാന്യം. ഞാൻ ഒരു പോസ്റ്റ്മാൻ പറയുന്നത്, ഒരു ജോലി ചെയ്യുന്നത് പോലെ മാത്രം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വചനത്തിന് കർത്താവിനുള്ള പ്രാധാന്യം.
ദൈവദാസന്മാർ ഇവിടെ വ്യത്യസ്തരായി ദൈവം സംസാരിക്കുമ്പോൾ ആ വചനത്തിന് ശക്തിയുള്ളത്, ആ വചനം കേൾക്കുമ്പോൾ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യണം, കുറവുകളെ കണ്ടുപിടിക്കണം. ദൈവസേനയിൽ തന്നെ മുമ്പേ ഇവിടെ ദൈവദാസൻ ഉറപ്പിച്ചതുപോലെ കൊറോണ പീരീഡിൽ എന്തൊക്കെ മാനസാന്തരം എനിക്ക് വന്നിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. ഇതിനും മാനസാന്തരപ്പെടാത്തത് ജീവിതകാലത്ത് മാനസാന്തരപ്പെടത്തില്ല. ഇതിനും നന്നാകാത്തവർ ഈ ലോകം ഉള്ളിടത്തോളം നന്നാകാൻ പോകുന്നില്ല. അത് ലോകമനുഷ്യനാണെങ്കിലും ആത്മീയനാണെങ്കിലും പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ഈ ചെറിയ പീരീഡിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിന് മൂലം ഒരു നല്ല വ്യക്തിത്വമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തപ്പെട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കാര്യം ഇനി വരുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലരും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് അവിടെ നിൽക്കേണ്ടത്. ഇത് ദൈവത്തിന്റെ ദാസനായ ദാവീദ് ഏലിയാവ് കളിയാക്കി വിട്ടു, പക്ഷേ പടജനത്തിന് നായകനാക്കി വിട്ടു. അബ്നേർ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ തന്റെ ആ വ്യക്തിത്വം മനസ്സിലാക്കി, തന്റെ കഴിവ് മനസ്സിലാക്കി, തന്റെ ആ വൈഭവം മനസ്സിലാക്കിക്കൊണ്ട് അധികാരിയാക്കി മാറ്റുക. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിച്ചത്. ഒരുവനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി, ഉയർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ മുമ്പ് ദേവദാസനോട് പറഞ്ഞതുപോലെ അത് നടപ്പിലാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച വരാത്തവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, കൂടുതൽ പേരും, ഭൂരിപക്ഷം പേരും. ഞാൻ പറഞ്ഞൊരു വാക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിപ്പിച്ചത്, ഞാൻ പറഞ്ഞതോ എഴുതിയിട്ടതോ അല്ല. ഇവിടെ ഗവൺമെന്റുകൾക്ക്, പാർട്ടികൾക്ക്, ഇവിടെ പാർട്ടികൾക്കൊക്കെ പ്രതിപക്ഷമുണ്ട്, ഭരണത്തിന് പ്രതിപക്ഷമുണ്ട്. പക്ഷെ ദൈവത്തിന് പ്രതിപക്ഷം കണ്ടേക്കാം. പക്ഷെ ദൈവത്തിന് ഈ ലോകത്തിന് എല്ലാവരും കൂടെ മനുഷ്യചക്രം തീർത്താൽ, പ്രതിപക്ഷമായി തീർന്നാലും ദൈവത്തിന് ഒരു വിഷയമേ അല്ല. നടപ്പിലാക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം എന്തൊക്കെ വാക്ക് പ്രതിപക്ഷമായി ഉയർത്തിയാൽ നടപ്പിലാക്കും. പക്ഷേ കേരള നിയമസഭയിൽ നടക്കണമെന്നില്ല, ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ നടക്കണമെന്നില്ല. പക്ഷേ സ്വർഗത്തിലെ തമ്പുരാനെ ഈ ലോകത്തിലെ മതം, രാഷ്ട്രം, വിദ്യാഭ്യാസ മേഖലകൾ, ശാസ്ത്രജ്ഞന്മാർ, വൈദ്യശാസ്ത്രം എല്ലാം കൂടെ കൈകോർത്ത് ചങ്ങല പോലെ നിന്നാലും സർവശക്തനായ ദൈവത്തിന് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ദൈവം ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവ ദൈവം, ത്രിയേക ദൈവം നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇത് കൊറോണ ഒരു വ്യക്തമായ ഉദാഹരണം. അതൊന്നും ഞാൻ എന്നെക്കാട്ടിൽ ശ്രേഷ്ഠന്മാരും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുമായി എന്നെ ശ്രദ്ധിക്കുന്നത് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞ വാക്കുകളാണ് പറഞ്ഞത്, ചുരുങ്ങിയ സമയമുള്ളല്ലോ. അപ്പോൾ ഒരുവരെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ എത്ര നിന്ദിക്കപ്പെട്ടാലും തള്ളിയിട്ടാലും അവിടെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. വിശ്വസ്തനായിരിക്കണം, നേരുള്ളവനായിരിക്കണം, ദൈവഭക്തനായിരിക്കണം, ദൈവഹിത പ്രകാരം പോകുന്നവനായിരിക്കണം. ഈ 1 പുസ്തകത്തിൽ തന്നെ ഉണ്ട്, 16-ാം അധ്യായത്തിലുണ്ട്. വായിക്കണ്ടേ, ഞാൻ തന്നെ സമയത്തിന് മൂലം പറയാം. 16-ാം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ശമൂവേല് അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇശായിയുടെ പുത്രന്മാരെ തേടി പോയതാണ്. മക്കളെ എല്ലാം വിളിക്കാൻ പറഞ്ഞു. എത്ര മക്കളുണ്ട്? 7 പേരുണ്ടായിരുന്നു. എല്ലാവരും നിരത്തി. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഒരുത്തനുണ്ട്, കാട്ടിപ്പൊഴുക്കുക, ആടിനെ തീറ്റാൻ പോയി. പ്രഗത്ഭന്മാരെ, മിടുക്കന്മാരെ മുന്നിൽ നിരത്തിയത്, തള്ളിക്കളഞ്ഞതിനൊന്നും മുന്നിൽ നിരത്തിയില്ല. ശ്രേഷ്ഠവും മാന്യവും, ഞാൻ കഴിഞ്ഞ പോലെ ബലമുള്ളതിനെ രചിപ്പിക്കാനാണ് ബലഹീനമായി തന്നെ എടുത്തത്. പക്ഷെ മനുഷ്യൻ കണ്ണിന് നോക്കുന്നത് വിധിക്കുന്നു, അതനുസരിച്ച് ആ മാർക്കിടുന്നത്, ജഡ്ജായിട്ട് നിന്ന് മാർക്കിടുന്നത്. പക്ഷേ ദൈവം ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നതനുസരിച്ച് വിലയിടുന്നു, മാർക്കിടുന്നു. നമുക്ക് എത്ര ജഡ്ജായിട്ട് മുമ്പിൽ വന്നാലും മുഖത്ത് നോക്കി ചിലപ്പോഴൊക്കെ മാറിയിടും. പക്ഷെ സർവശക്തനായ ദൈവത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, പ്രതിപക്ഷം ദൈവത്തിന് ഒരു വിഷയമേ അല്ല, മുഖം നോക്കിയല്ല. കൊരിന്ത്യരുണ്ട്, ദൈവത്തിന്റെ മക്കൾ മുഖപക്ഷമില്ലല്ലോ, നോ പാർഷ്യാലിറ്റി. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. ദൈവം ഒരുത്തരെ നന്മ തരാൻ, അനുഗ്രഹം തരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. ആ 16-ാം അധ്യായം, 1 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10, 11, 12, 13 വാക്യങ്ങൾ വായിക്കേണ്ട, നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. 16-ന്റെ 10, 11, 12 വാക്യങ്ങളിൽ അവിടെ കാണാൻ കഴിയുന്നു. എല്ലാവരെ വിളിച്ചിട്ട് അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇനിയും ഒരുവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ ദൈവത്തിന്റെ അഭിഷക്തൻ, ദൈവത്തിന് കൃപ ലഭിച്ചവൻ, തിരിച്ചറിവ് ഉണ്ടാകുന്നവൻ, ദൈവം കൊടുക്കുന്ന സന്ദേശം കൃത്യമായി പറയാൻ ഏൽപ്പിച്ചവൻ പറയുക, ഇനിയൊരു മകനുണ്ടല്ലോ, അവനെ വിളിക്ക്, ഉണ്ടെങ്കിൽ അവനെ വിളിക്ക്. അവൻ വന്നിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല,
പന്തിയിരിക്കത്തില്ല. അവൻ വന്നു അവനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ആ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. പിന്നെ അവൻ വിജയിക്കാതിരിക്കുമോ? പിന്നെ അവൻ പിന്നോട്ട് പോയാൽ, ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും വാക്ക് കേട്ടാൽ, അഭിഷേകമുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളവൻ, ദൈവം വിളിച്ചവൻ ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചുരുങ്ങിപ്പോകുമോ? ഇല്ല. അവനെ കൊണ്ട് ചെയ്യിക്കേണ്ട പദ്ധതികൾ, പർപ്പസമയെ കുറിച്ചുള്ള ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ദൈവത്തിന് കഴിയും. മുൻപോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 4-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 28:4. 28-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് ഈ ഭാഗം നന്നായിട്ട് അറിയാം. പൗലോസ് കപ്പൽ അപകടത്തിൽ പെട്ടിട്ട് അവർ സഞ്ചരിച്ചിരുന്ന കപ്പലിൽ ശക്തമായ കാറ്റടിച്ച് 276 യാത്രക്കാരുള്ള അധ്യായത്തിൽ തൊട്ട് മേലത്തെ അധ്യായത്തിൽ പറഞ്ഞു. 276 276 പേരടങ്ങുന്ന ഒരു കപ്പലിൽ യാത്ര ചെയ്ത് പോവുകയാണ്. കപ്പലിൽ ശക്തമായ കാറ്റടിച്ചപ്പോൾ ഭാരം കൊണ്ട് ഇവരെ ഓർത്തു. ഭാരം കൊണ്ട് കപ്പലുകൾ 276 പേരുണ്ടെങ്കിൽ അവർക്ക് ഓരോ നമുക്ക് ഊഹമുണ്ടല്ലോ എത്ര കിലോ വെച്ച് അവർക്ക് കൂട്ടാം. കുറവുള്ളവർ കാണും, കൂടുതലുള്ളവർ കാണും. അപ്പം അവരുടെ രക്ഷയാണ് നോക്കുന്നത്. അവരുടെ സാമഗ്രി ചരക്കുകളല്ല, അവരുടെ സാധനങ്ങൾ ചരക്കുകളെല്ലാം എടുത്ത് അവർ വെള്ളത്തിയിട്ടെന്നാ മതി. നമ്മൾ ദേവദാസന്മാരിൽ കൂടെ കേട്ടിട്ടുണ്ട്. ഭാരം കൊണ്ട് ഇനി മുങ്ങിപ്പോകരുത്, ഞങ്ങളുടെ രക്ഷ. അവർ ആ ഭാരമുള്ള വസ്തുക്കളെല്ലാം എടുത്ത് അവർക്ക് വിലപ്പെട്ടത് കാണും. അതിൻ്റെ അകത്ത് ഒരു യാത്ര പോവുകയും ചിലപ്പോൾ ആഹാര സാധനങ്ങൾ മാത്രം അഴിക്കത്തില്ലല്ലോ, അതിനകത്തെല്ലാം അവരെടുത്ത് വെള്ളത്തിലിട്ടു, കടലിലിട്ടു. പക്ഷേ ശക്തമായ കാറ്റിൽ എങ്ങനെയൊക്കെയോ പലകയൊക്കെ പിടിച്ച് രക്ഷപ്പെട്ട് അവർ മെലിത്ത ദ്വീപിൽ. മെലിത്ത എന്ന വാക്കിന്റെ അർത്ഥം അഭയസ്ഥാനമെന്ന്. ഈ അഭയസ്ഥാനം എന്ന അർത്ഥമുള്ള മെലിത്ത ദ്വീപിൽ അവർ എത്തിയപ്പോ അവിടെ മനുഷ്യൻ നല്ലവരാണ്. ഈ ചിലർത്തി ഈ സ്ഥലത്ത് എത്തിയപ്പോ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ല മനുഷ്യരിരിക്കുക. ഈ തണുത്തു വിറച്ച് വെള്ളത്തെ ഈ പലകയൊക്കെ കിടന്ന് നീന്തി കയ്യും കാലും ഒക്കെ കോച്ചി അവർ വന്നപ്പോൾ അവരെ സ്വീകരിക്കുക. ഊഷ്മളമായിട്ടൊരു സ്വീകരണം കൊടുത്തത്. മാനയൊന്നും ഇട്ടില്ല, ചെണ്ടയൊന്നും കിട്ടിയില്ല. അവർക്ക് അന്നേരം ആവശ്യം അവരുടെ ശരീരത്തെ ഇട്ടേക്കുന്ന തണുപ്പ് മാറ്റിയല്ല. അവിടെ വന്ന് തണുപ്പ് മാറ്റാൻ വേണ്ടി അവർ തീയൊക്കെ കൂട്ടി, വിറകൊക്കെ കൂട്ടി. അപ്പൊ ഈ ദൈവദാസനോട് അവരോട് ഇന്ന് വിറവാക്കിയിടുക. അതെല്ലാവർക്കും ഒരു കൃപയാണ്. എല്ലാവർക്കും ആ കൃപ വേണമെന്നില്ല. ഏതാ ദൈവമക്കൾ ചെയ്യുമ്പോൾ, ദൈവമക്കൾ കൂടുമ്പോൾ ദൈവദാസന്മാർ അവരോടൊപ്പം ചെന്ന് ചെയ്യണം. ചില മാറി ഇത് ദൂരെ ഇന്ന് ചെയ്യാം, കണ്ടോണ്ട് നിൽക്കാറുണ്ട്. ചെയ്യത്തില്ലെങ്കിൽ ചുമ്മാ കൂടെ നിൽക്കുന്നതിന് ഒരു വലിയ സന്തോഷമാണ്. ചിലർ വന്ന് ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. അത് ചെയ്യും, ഇത് ചെയ്യും, അപ്പുറത്തെ ചെയ്യും. അപ്പോഴത്തേന് ആകപ്പാട് ബുദ്ധിമുട്ട്. ഈ ഇതെല്ലാം പറക്കി ഇടുമ്പോൾ മാസ്റ്റർ പൗലോസ് കൂടെ ചെന്ന് പറക്കിക്കൊണ്ടിരിക്കുക. രഹപ്പഴം ചിലപ്പോൾ നമ്മൾ പറയും കയറി ഒരു അണയിൽ കയറി കയ്യൊക്കെ പറ്റിപ്പിടിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾ സബ് സ്കൂൾ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. പട്ടി പിടിപ്പിച്ചപ്പം ഈ ഊഷ്മമായ അല്ലെങ്കിൽ ഊഷ്മളമായ തീവ്രമായ സ്വീകരണം കൊടുത്തവരുടെ പറയുക, ഇവൻ കൊലപാതകനാണ്. ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും നീതിയിലേക്ക് ഇവൻ എന്ത് ചെയ്തില്ല, വെറുതെ വിടുന്നില്ല. ഇവൻ കൊലപാതകനാണ്, ഇവൻ കൊലപാതകനാണ്. നോക്കണേ, പെട്ടെന്ന് ജനത്തിന്റെ മനോഭാവമാണ് ഇതാകട്ടോ. കൈ അടിക്കുന്നവർ തന്നെ ചിലപ്പോ തിരിച്ചു പറയും, ജോസഫേ നീ നീ വളർന്ന വീട്, മോശേ നിന്റെ കുലം ചിലപ്പോൾ നിന്നെ തള്ളി പറയാൻ സാധ്യതയുണ്ട്. ഒരു പരാജയം പറ്റുമ്പോൾ എക്സാമ്പിൾ, ഉദാഹരണം, ദൈവത്തിന്റെ ദാസനായ യോബ്. സ്നേഹിതന്മാർ, സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ പറയുന്നു നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷമിട്ടാകുന്നവൻ. ഈ ഗുണങ്ങളൊക്കെയുള്ള നിനക്കെന്തുകൊണ്ടാണ് ഇത് പറ്റിയത്? നിനക്കെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേന് എല്ലാവരും ഇവിടെ തിരിഞ്ഞു മാറി. നമ്മൾ പെട്ടെന്ന് വിധി പ്രഖ്യാപിക്കുന്നവരാ സാറും നിങ്ങൾ. പക്ഷെ സർവശക്തനുണ്ടല്ലോ യഥാർത്ഥമായി വിധി കൽപ്പിക്കുന്നവർ. അതുകൊണ്ട് പരാജയപ്പെടുന്നതല്ല പറഞ്ഞത്. ആ ആളി അവരോട് സഹായം ചെയ്തപ്പോൾ, എന്നൊരു ദൈവദാസന ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് നല്ല സഹായമാണല്ലോ, ഇത്രയും കടുപ്പ് പറ്റിയിട്ട് ഈ വിറവൊക്കെ ഇടാൻ ഞങ്ങളുടെ കൂടെ കൂടുന്നല്ലോ, നല്ല മനുഷ്യനാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ അണലി പിടിച്ചു. പിടിച്ചാൽ ഈ പുള്ളി കളഞ്ഞ പറയാം, കണ്ടോടാ ഈ പുള്ളി ശരിയായിട്ടുള്ള പുള്ളിയല്ല, ഞാൻ മാറ്റത്തിന് മകപ്പെടെ പറഞ്ഞതാ, ഇയാൾ ഇവിടെ കൊണ്ടുവരുന്നത്.
കണ്ടോ? ഇയാൾക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ടോ? ഇയാൾക്ക് പ്രശ്നം ഉണ്ടായത് കണ്ടോ? ഇയാൾ കൊലപാതകൻ നേരത്തെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിട്ടായി ഇവിടെ വന്ന് രേഖപ്പെടും. കണ്ടോ? കുഴപ്പം എല്ലാം കൂടെ പറയാൻ അമ്മമാരെ അച്ഛന്മാരോട് കൂട്ടിന്ന് പറയാൻ തുടങ്ങി. അവരുടെ മനോഭാവത്തിന് മാറ്റം വന്നു, അവരുടെ ചിന്തകൾക്ക് മാറ്റം വന്നു, അവരുടെ നാവുകൾ തിരിച്ചു പറയാൻ തുടങ്ങി. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് അഭിപ്രായങ്ങൾ മനുഷ്യൻ മാറ്റി. ഇതാ മനുഷ്യൻ. ദൈവം പെട്ടെന്ന് സാഹചര്യം വരുമ്പോൾ മനുഷ്യൻ മാറ്റി പറയുന്നവരല്ല. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത് ദൈവത്തിന് അറിയാം. നിന്റെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് 2020 കഴിഞ്ഞ് 2021 ഉണ്ടാകുന്നത് ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നത്. പ്രവാചകത്തിൽ കുട്ടുമടക്കണ്ട. ഇന്ന് പരിശുദ്ധാത്മ പറയുന്ന ദൂതുകൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് മനുഷ്യൻ പറയുന്ന വാക്കുകൾ കേട്ട് ഒളിഞ്ഞിരുന്ന് പമ്പിലിരുന്ന് ഉണങ്ങിയിരുന്ന് ജീവിതം അസ്തമിപ്പിക്കാനുള്ളവരല്ല ദൈവമക്കൾ. പിന്നെയോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹൃദയമായി കുറവുകളെ കണ്ടുള്ളതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവർ വളരെ നേരം കാത്തു നിന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അവർ പറയുന്നതിനാണ്, വീർക്കുകയോ പെട്ടെന്ന് മരിച്ചു വീഴുകയോ ചെയ്യുമെന്ന് കരുതിയാൽ അത് സംഭവിക്കുമെന്ന് വളരെ നേരം കാത്തുകൊണ്ടിരുന്നു. വളരെ നേരം കാത്തുകൊണ്ടിരുന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കള്ളനാ കൊലപാതകനാണെന്ന് പറഞ്ഞത് നോക്കിയിരിക്കുക. ഇനി മരിക്കുന്ന കാണാം. തീകാരം കൊടുത്തോടാണ് ഓർത്തോടെ. തണുപ്പ് മാറ്റാൻ തീരാൻ കൂടെ നിന്ന് സഹായിച്ചവരാണ്. പക്ഷേ ഇപ്പൊ അവരെന്താ പറയുന്നത്? കുലപാതകൻ. അവരുടെ മാറി ഇന്ന് ശവടക്കാനുള്ള പരിപാടിക്ക് അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ വീർത്ത് പൊങ്ങുന്നത് കാണാൻ നോക്കിയിരിക്കുക. വളരെ നേരം കാത്തു നിന്നിട്ടും ഒന്നും സംഭവിക്കില്ലെന്ന് അറിഞ്ഞപ്പം അവർ പിന്നെ പട്ടിയടിക്ക് വാക്ക് മാറ്റുക. ഇവനൊരു ദേവൻ അല്ലയോ? ഇവനൊരു ദേവൻ. ഈ പറഞ്ഞ ആളുകൾ തന്നെ എന്ത് ചെയ്യുക? തിരിച്ചു പറയുക. യോസഫിന്റെ സഹോദരന്മാർ സ്വപ്നം കണ്ട് നീ ഞങ്ങളുടെ വായുമെന്ന് ചോദിക്കുന്നത് അവിടെ കൊട്ടാരത്തിൽ ചെന്ന് പരമാർത്ഥ മനസ്സുണർത്തുമ്പോ അവരുടെ സഹോദരൻ അകത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞെന്നാ പറയുന്നത്. തന്നെ വെളിപ്പെടുത്താൻ ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവം ചില സന്ദേശങ്ങളിൽ കൂടെ പറയുമ്പോൾ അറിയത്തില്ല, പിന്നീട് ജീവിതത്തിന്റെ യഥാർത്ഥ തലത്തിലേക്ക് യഥാർത്ഥ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടെത്തിക്കുമ്പോ കണ്ണു നിറയുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പല വിവാഹത്തിൽ പോയപ്പോഴൊക്കെ കാണാൻ കഴിയുന്നത് അപ്പനമ്മമാരൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഫ്രണ്ടിൽ നിന്ന് കരയും. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുഞ്ഞിനെ കുറിച്ച്, അവരുടെ മോളെ കുറിച്ച്, അവരുടെ മോനെ കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം ശ്രേഷ്ഠകരമായ വഴി കൊടുത്തപ്പോൾ, അനുഗ്രഹം കൊടുത്തപ്പോൾ, നന്മകൾ കൊടുത്തപ്പോൾ, അംഗീകാരത്ത നന്മകൾ അവിടെ പറയാൻ കൊടുത്തപ്പോൾ ജനം അടുത്തിരിക്കുന്ന ആരാണെന്ന് അറിയാതെ അവർ പൊട്ടിക്കരയുക. ഇന്ന് പറയട്ടെ, ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യൻ വിലർപ്പിക്കുന്നത് പോലെ അല്ല. ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. കുലപാതകനും കള്ളനൊക്കെ വിളിച്ചവർ തന്നെ പറയുക ഇവര് ദേവനാ. അവിടെ കൊണ്ട് അവസാനിക്കുമോ? അവിടെ അടുത്ത ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. പുബ്ലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ദ്വീപിന്റെ പ്രമാണിയാണ്. അദ്ദേഹത്തിന്റെ അപ്പൻ ഫാദർ പണി പിടിച്ചു കിടക്കുക. അവിടേക്ക് ജനങ്ങൾ ഇദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് പോവുക. ജനത്തിന്റെ കാഴ്ചപ്പാടിനൊക്കെ വ്യത്യാസം വന്നു. അവിടെ കൊണ്ടുവന്നിട്ട് അപ്പന് വേണ്ടി പ്രാർത്ഥിച്ച അപ്പൻ അവിടുത്തെ സ്പോട്ടി സൗഖ്യമാണ്. ഇത് കേട്ടിട്ട് അടുത്തുള്ള സമീപവാസികളുള്ള സകല രോഗികളെ എവിടെ കൊണ്ടുവന്നു? പൗലോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പൗലോസിന്റെ അടുത്ത് തൊടുന്നവരല്ല സൗഖ്യമാകാം. മക്കളെ, കുലപാതകൻ വിളിച്ചവരുടെ മധ്യത്തിൽ തന്നെ, നീതിയിലെ ഇടത്തിലെന്ന് പ്രഖ്യാപിച്ചവരുടെ നടുവിൽ തന്നെ, അവിടെ തന്നെ, ആ ഗ്രാമത്തിൽ തന്നെ, ആ ദ്വീപിന്റെ അവിടെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പല ദൈവസഭയോട് ഞാൻ പറയട്ടെ, നാളുകളായി കരയുന്ന വിഷയങ്ങൾ പ്രതികരിക്കണ്ട. ദൈവസന്നിധിയിൽ പ്രതികരിക്കുക. മനുഷ്യരോടാണ് പ്രതികരിക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതികരിക്കുക. കുറവുകൾ ദൈവസന്നിധി ഏറ്റുപറയുക. ദൈവസന്നിധിയിലേക്ക് നെടുമ്പാട് വീഴുക. അപ്പാതൊന്നുമില്ല, എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ കുറവുകൾ, എന്റെ കുറ്റങ്ങൾ, എന്റെ പോരായ്മകൾ എന്നോടുള്ള വാഗ്ദത്തത്തിന് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കരുത്. അവർ തള്ളിക്കളഞ്ഞ മോശയെ അവരുടെ നായകർത്താവും അധികാരിയുമാക്കി മാറ്റണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പദ്ധതിയെ തരണം മറിക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയെ ഇല്ലാതാക്കാൻ മുറിച്ചു കഴിയുവാൻ ആർക്കും കഴിയത്തില്ല.
ഇതുപോലെ വിശ്വസിക്കട്ടെ. പൗലോസേ, നീ വന്നത് സാഹചര്യം അനുകൂലമായ സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടെ നിനക്ക് നല്ല സ്വീകരണം നൽകി. പക്ഷേ നീ അല്പം കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണിൽ, അവരുടെ വാക്കുകളിൽ വേറൊരു വ്യക്തിത്വമായി മാറ്റപ്പെട്ടു. നിന്റെ വീഴ്ച കാണുവാൻ, തകർച്ച കാണുവാൻ, നീ വീർത്തു പൊങ്ങുന്നത് കാണുവാൻ, മരിച്ചു വീഴുന്നത് കാണുവാൻ അവരെല്ലാം വളരെ താല്പര്യത്തോടെ കാത്തു നിന്നു. കാരണം മുൻകാലങ്ങളിൽ അവരങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു വിഷജന്തു ഒരു അണലി കടിച്ചാൽ, പറ്റിപ്പിടിച്ചാൽ മരിക്കുന്നവർ കണ്ടിട്ടുണ്ട്, വീർത്തു പൊങ്ങുന്നവർ കണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറഞ്ഞത്. പക്ഷേ സർവശക്തന് വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ, ചെറുക്കാൻ അവരുടെ വാക്കുകൾക്ക് കഴിയത്തില്ല. ആ ദ്വീപിന്റെ അകത്ത് കൊണ്ടുവന്ന് മരുന്ന് കൊണ്ട് സൗഖ്യമാകാത്തതിനെയൊക്കെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ദൈവദാസൻ തൊട്ടപ്പോൾ സൗഖ്യമായി. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പറവോനെ സ്വപ്നം കാണിച്ചു. പാനപാത്രവാഹന സ്വപ്നം കണ്ടപ്പോ പറഞ്ഞില്ല. പുപ്ലിയോസ് എന്ന് പറയുന്ന ആ ദ്വീപിലെ ഒരു പ്രമാണിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി. അവിടെ സാധാരണക്കാരനെ തൊട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നാട് അറിയത്തില്ലായിരുന്നു. സാധാരണക്കാരനെ ഒരു പനി വന്ന് സത്യം അറിയത്തില്ലായിരുന്നു. പക്ഷെ പുപ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണിയുടെ വീട്ടിലേക്ക് തന്നെ അറിയിച്ചോണ്ട് പോയി. ദൈവത്തിന്റെ പദ്ധതി എന്താ? സ്വപ്നം കാണിച്ചത് ഫറവോനെ കാണിച്ചത്. നാട്ടിലുള്ള ആരെങ്കിലും കാണിച്ചാൽ ഫറവോന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ പോയി വേറെ വേറെ പണി നോക്കണമെന്ന് പറഞ്ഞേ. നീ എന്തിനാ വെറുതെ സ്വപ്നം കാണുന്നത്? ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഫറവോനെ തന്നെ കാണിച്ചു. അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹനയുടെ പ്രമാണിയും കണ്ട് ഒരു പ്രയോജനമില്ലാതെ പോയപ്പോൾ അവർ കാണിക്കേണ്ടതിന് സ്വർഗം അവിടെ കാണിച്ച് അവിടെ യോസഫ് വൃത്താന്തം ഒരുക്കുകയാണ്. ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നിനക്ക് വേണ്ടി ദൂര സ്ഥലത്തോ എവിടെയോ ദൈവത്തിന് പ്രവർത്തിക്കാറുണ്ടെങ്കിൽ നീ മുട്ടിന്റെ ദൈവസന്നിധിയിൽ കാരാഗ്രഹത്തിനകത്തായിരിക്കാം. നിന്റെ കൈകളും കാലുകളും അനക്കാത്തതുപോലെ ബന്ധിക്കപ്പെട്ടതായിരിക്കാം. പക്ഷെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, വചനം ഏറ്റെടുത്തുകൊണ്ട് കൃത്യതയോടെ ദൈവത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗമുണ്ടെന്ന് ഇന്ന് പറക്കാൻ മറന്നുപോകരുത്. ഹല്ലേലൂയ. നിനക്ക് പുപ്ലിയോസിന്റെ വീട്ടിൽ പോകാൻ ചിലപ്പോൾ കഴിയത്തില്ല. പക്ഷെ അവരുടെ അപ്പന് പനി വന്നത് ഇതിനു വേണ്ടിയാണോ അതിനു വേണ്ടിയാണോ അറിയത്തില്ല. പക്ഷേ അവന്റെ അപ്പന് പനി പിടിച്ച് കിടക്കുമ്പോൾ അവിടേക്ക് ദൂരം അയക്കുക. ആ ദേശത്തെ രോഗികൾക്കൊക്കെ സൗഖ്യമാകത്തക്കവണ്ണം പൗലോസ് എന്ന ദൈവത്തിന്റെ അഭിഷേകൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ പറഞ്ഞപ്പോ കേരളത്തെ വീടുകളിലേക്ക്, അടയ്ക്കപ്പെട്ട വാതിലുകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ അഭിഷേകനെ അവിടെ കൊണ്ടെത്തിക്കുക. നിനക്ക് വേണ്ടി അടയ്ക്കപ്പെട്ടത് ദൈവത്തിന്റെ വിഷയമല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് പ്രതിപക്ഷമില്ലെന്ന്. എനിക്കാണ് പ്രതിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കൊക്കെ പ്രതിപക്ഷമുണ്ട്. വീട്ടിൽ നിന്ന് കാണും. നമ്മളെ കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട്, നമ്മളെ കുറിച്ചുള്ള മനുഷ്യന്റെ നിരൂപണമുണ്ടല്ലോ, അത് മനുഷ്യൻ വെച്ചേക്കുന്ന ലേഖനം. പ്രോസ്പെരിറ്റി കിട്ടുന്നത് അത് ഞാൻ പ്രോസ്പെരിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥനയോട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ അവരെ എത്തിക്കേണ്ട മേഖലയിൽ ദൈവത്തിന് എത്തിക്കാൻ കഴിയുമെന്ന ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. തള്ളിക്കളഞ്ഞതിനെ, അവർ തള്ളിക്കളഞ്ഞതിന് മറുഭാഗത്തൊരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്. അവർ തള്ളിക്കളഞ്ഞതിനെ, അവർ ഇല്ലാതെന്ന് പറഞ്ഞതിനെ, അവർ നിന്ദിച്ചതിനെ, അവർ പകച്ചതിനെ, അവർ ദുഷിച്ചതിനെ ദൈവത്തിന്റെ ടൈമായപ്പോൾ ദൈവം പൊക്കിയെടുത്തോണ്ട് വന്നു. പൗലോസെ വീർത്തു വന്നു, ചത്തു വീഴുമെന്നൊക്കെ പറഞ്ഞവർ പുപ്ലിയോസിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പറയാണ്, യേശുവിന്റെ നാമത്തിൽ രോഗിയെ വരട്ടെ. ഭയങ്കര സ്വീകരണം. മുമ്പേ തണുപ്പ് മാറ്റാൻ വേണ്ടി ചൂട് കൊടുത്ത പോലല്ല, ഇത് ഭയങ്കര തീയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ സാധാരണ തീയാ കിട്ടിയത് തണുപ്പ് മാറ്റാൻ. പക്ഷെ ഇവിടെ രോഗികൾ സൗഖ്യമാകുമ്പോൾ, ജനങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ അവിടെ അത്ഭുതം നടക്കുക, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക. അപ്പോൾ ആ ജനത്തിന്റെയൊക്കെ മനോഭാവം അതിസാരം പിടിച്ച്, പനി പിടിച്ച്, വ്യാധി പിടിച്ച് എഴുന്നേക്കാൻ വയ്യാതെ കട്ടിലിൽ കിടക്കുന്നവരൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ അഭിഷേകൻ ചത്തു വീഴുമെന്ന് കൊലപാതകമൊക്കെ ജനം പറഞ്ഞവർ ചെന്ന് തൊട്ടപ്പോഴോ പ്രാർത്ഥിച്ചപ്പോഴോ യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞപ്പോഴോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പറയട്ടെ, നിന്റെ വാക്കുകൾ, നിന്റെ സ്തോത്രങ്ങൾ, നിന്റെ അന്യഭാഷകൾ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ പാട്ടുകൾ, നിന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകൾ ജനത്തിന് വിടുതലാകട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പലപ്പോഴും ഞാൻ നിന്ദിക്കപ്പെട്ടു,
പക്ഷേ ഈ ദിവസങ്ങളിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ആത്മീയ വിഷയത്തിൽ ഞാൻ ഒന്നാമനായി തീരുവാൻ, ആത്മീയ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ, ആത്മീയ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ പ്രാർത്ഥിക്കാൻ കഴിയും? ക്ഷീണിച്ചു പോകരുത്, ബലഹീനപ്പെട്ടു പോകരുത്. അവർ തള്ളിക്കളഞ്ഞ മോശയെ, വീട്ടുകാർ നിന്ദിച്ച യോസഫിനെ, സ്വന്തം സഹോദരൻ അഹങ്കാരി നിലയിലൊക്കെ വിളിച്ച ദാവീദിനെ, ജനങ്ങൾ കുലപാതകെന്ന് വിളിച്ച പൗലോസിനെ ദൈവം എടുത്ത് പൊക്കിയെടുത്തെങ്കിൽ ഇന്നും പറയട്ടെ, അവരെ പോലെ ശക്തനായിരിക്കാം, അവരെ പോലൊന്നും ചിലപ്പോൾ നമുക്ക് പേരില്ലായിരിക്കാം. പക്ഷെ നീ പരമാർത്ഥതയോട് ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവമേതനാണെങ്കിൽ നിന്നെ എടുക്കാൻ, നിന്നെ പൊക്കി ഉയർത്താൻ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ, നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരാൻ എന്റെ കർത്താവിന് കഴിയും. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്, കർത്താവേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വപ്നമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുങ്ങുന്നു. പരസ്യമായിട്ട് വിഷയം അനുഗ്രഹിക്കപ്പെട്ടത് രാവിലെ സമയത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. രാവിലെ സമയത്തോളം കർത്താവ് ഞങ്ങൾക്ക് പാടി ആരാധിച്ച് കർത്താവിനെ മോശപ്പെടുത്തുവാനും കർത്താവെ ഞങ്ങൾക്ക് കർത്താവ് പ്രാർത്ഥന വിഷയങ്ങളെ ദിവസം സമർപ്പിക്കാനും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഇന്ന് ആൾക്കാർ കർത്താസന്മാരെ കേൾപ്പിച്ച് ഞങ്ങളുടെ കർത്താവെ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിനെ ഉണർത്തിയതിനാൽ ഞങ്ങളെ ആത്മീയമായ ഒരു പണികളും മുമ്പോട്ട് വയ്ക്കുവാൻ കർത്താവ് ഇന്ന് ആൾക്കാർ ഞങ്ങളെ ബലപ്പെടുത്തിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഇന്ന് വാഗ്ദാനം കർത്താവിനായ ആരാധനയും അന്ന് പ്രസാദിച്ചുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി ആലുവി ആ സ്തോത്രം ദൈവസേവ നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും കർത്താവിനെയും സഹായിക്കണമെന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ തന്നെ ഉയർത്തി കർത്താവ് മാനിച്ച് ആലുവി അവരെ കൊണ്ട് തന്നെ ഇവരുടെ ദേവനെന്നും കർത്താവെ അവനെ നടക്കുന്ന അത്ഭുതങ്ങളെ കണ്ട് ദൈവത്തെ മോത്തപ്പെടുത്താൻ റെഡിയാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കണ്ടായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് പ്രയോജനമുള്ളവരായി കർത്താവ് നാമത്തെ ഉയർത്തുന്നവരായി ഞങ്ങളെ കർത്താവിനെ തീർത്തുകൊള്ളണമെന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ട എല്ലാവരും ദാസിദാസന്മാർക്കായിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങളെ സ്തുതിച്ച് ഞങ്ങളെ വാഴ്ത്തുന്നു. വിഷയരാജ്യഭാഷയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മകളെ കർത്താവ് പിന്നീട് സഹായിക്കണമേ. നടന്ന വിഷയങ്ങളിലെ കർത്താവ് അറിയുന്നതുകൊണ്ട് സ്തോത്രം. ചൊവ്വാഴ്ച നടത്തുന്ന ഓപ്പറേഷന് കർത്താവിന്റെ അലുവിയായിട്ട് ക്രമീകരണമൊക്കെ കർത്താവ് അറിയുന്നത് കൊണ്ട് തക്ക സമയത്ത് ഒരു നല്ല വിടുതൽ കർത്താവ് നൽകി കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സൂക്ഷിച്ച കർത്താവെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരും മാതാക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ഇത് വാർത്തകൾ അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിദൂരമൊക്കെ ആയിരിക്കും ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ കർത്താവ് വിവിധ ഇടങ്ങളിലൊക്കെ ആയിരിക്കും ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഇത് വാർത്ത ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് ബലത്തോടെ ശക്തിയോടെ കർത്താവ് ഉൾപ്പെടുമെന്ന് ഞങ്ങൾ കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ യാതൊരു കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം, അനുഗ്രഹത്തോടെ ഞങ്ങൾ അയക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രിയപിതാവേ ദൈവമായി കേൾക്കണമേ. കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആവശ്യമുള്ള കർത്താവ് പ്രവർത്തിക്കാൻ സഹായിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കർത്താവ് പ്രവർത്തിക്കണം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഇത് ദൈവം സംസാരിക്കുന്ന ദാസോടും കുടുംബത്തോടും ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളോടും കുടുംബ ഞങ്ങളുടെ സഭാപ്രവർത്തനങ്ങളോടുകൂടി കർത്താവിന്റെ പരിപാടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയനഗിരിയെ സ്തുതിക്കാം. ഹല്ലേലൂയ.